അർജുൻ നിന്നെയും കാത്ത്. അർജുൻ, നീ എവിടെയാണ്? വീട്ടിൽ നിന്ന് അമ്മയോടും ഭാര്യയോടും മകളോടും യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഇത്രയും വലിയൊരു ആപത്തിലേക്കാണ് നീ പോകുന്നതെന്ന് ഞങ്ങൾ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. ഭാരതാംബയുടെ മടിത്തട്ടിൽ വളർന്ന നീ കർണാടകത്തിലെ ഏതോ ഒരു പുഴയിലോ അതോ കൂമ്പാരങ്ങൾക്കടിയിലോ ഓർക്കുവാൻ കൂടി കഴിയുന്നില്ല. കേരളം ആകെ തേങ്ങുന്നു അർജുൻ. നീ എവിടെയാണെങ്കിലും തിരികെ വരിക. ഈ വാർത്തകൾ അറിയുന്ന കുഞ്ഞു മക്കൾ പോലും ചോദിക്കുന്നു നീ എവിടെയെന്ന്. നിന്നെ കാത്തിരിക്കുന്ന നിന്റെ അമ്മയും ഭാര്യയും മകളും കരഞ്ഞ് തളർന്ന് അവർക്കിപ്പോൾ കണ്ണുനീർ പോലും ബാക്കിയില്ല. എങ്കിലും എല്ലാവരിലും ഒരു നേരിയ പ്രതീക്ഷ, ഒരു സൂചനയെങ്കിലും നിനക്ക് തന്നുകൂടെ? നിന്നെ തിരയാത്ത സ്ഥലങ്ങളില്ല. നീ വരുന്നതും കാത്ത് കേരളം ആകെ കാത്തിരിക്കുന്നു. ഒരാൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ അവർ തിരികെ വീട്ടിൽ വന്ന് കയറുന്നതുവരെ വീട്ടിൽ ഭാര്യയ്ക്കും അമ്മയ്ക്കും എത്ര വേദനയാണെന്നറിയാമോ? അവരുടെ വേദനകളെല്ലാം മാറ്റാൻ അർജുൻ നീ തിരികെ വരണം. അത്ഭുതങ്ങളുടെ ലോകത്താണ് നാം ജീവിക്കുന്നത്. ജീവിതം ഒരുപാട് ബാക്കിയുള്ള, ഒരുപാട് മോഹങ്ങൾ കോർത്തിണക്കിയ നിന്റെ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി നീ തിരികെ വരിക. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയാണ് അർജുൻ. തൻ്റെ കുഞ്ഞു മകൾക്ക് ആ സ്നേഹവും വാത്സല്യവും കിട്ടേണ്ട സമയമാണ്. എല്ലാവരുടെയും പ്രതീക്ഷയും മോഹവും സ്വപ്നവുമാണ് അർജുൻ. മണ്ണിൻ്റെ മറവിൽ, നദിയുടെ ആഴങ്ങളിൽ എവിടെയായാലും നീ തിരികെ വരിക. അതോ ഒഴുക്കിൽപ്പെട്ട് നിന്റെ ഓർമ്മ നഷ്ടപ്പെട്ട് നീ വേറെ ഏതെങ്കിലും സ്ഥലത്ത് എത്തിപ്പെട്ടുവോ? എവിടെയാണെങ്കിലും, ലോകത്തിൻ്റെ എവിടെ എത്തിപ്പെട്ടാലും നീ വീരകഥയിലെ അർജുനനെ പോലെ തിരികെ വരിക.